ഇപ്പം നമ്മളുടെ അടുത്തൊരു എപ്പിസോഡ് നമ്മൾ IPL കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് IPL ഒരു കാലമാണ്. അതും IPL എന്ന് പറയുമ്പോൾ തന്നെ T20 ക്രിക്കറ്റിനെ കൂടുതൽ ആഘോഷമാക്കി മാറ്റിയ, കൂടുതൽ ജനകീയമാക്കി മാറ്റിയ, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, അതുപോലെ ഒരു പിടി താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വഴിയൊരുക്കിയ ഒരു ക്രിക്കറ്റ് മേഖലയാണ് IPL എന്നുള്ളത്. അപ്പം IPL കുറിച്ച് ചർച്ച ചെയ്യുമ്പം തന്നെ നമ്മൾ ആദ്യമായിട്ട് T20 ക്രിക്കറ്റ്, കുട്ടി ക്രിക്കറ്റിൻ്റെ വരവും അതിനുശേഷം പെട്ടെന്ന് ഈ IPL കടന്നു വരവ്, അത് എത്രത്തോളം ഈ ക്രിക്കറ്റിനെ ഇതിലുപരി താരങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. 2008 IPL തുടങ്ങുന്നത്. 2007 ആദ്യ T20 വേൾഡ് കപ്പ് നടക്കുന്നത്. എസ്പെഷ്യലി IPL മുമ്പേ T20 വന്നതോടുകൂടി തന്നെ ഇന്ത്യക്ക് ഒരുപാട് താരങ്ങളെ ലഭിച്ചിട്ടുണ്ട്. കാരണം അതിന് മുമ്പ് ഉണ്ടായ വലിയൊരു തോൽവി രാഹുൽ ദ്രാവിഡിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായതാണ്. അതിന് ശേഷം 2007 വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ടീം പൊളിച്ചെഴുതിയിട്ടാണ് T20 വേൾഡ് കപ്പിൽ പോകുന്നത്. അത് ക്യാപ്റ്റനായിട്ട് ധോണി, പിന്നെ ഉത്തപ്പ, ഹർഭജൻ സിംഗ്, ജോഗീന്ദ്ര ശർമ്മ. ഒരിക്കലും മറക്കാൻ പറ്റില്ല, ജോഗീന്ദ്ര ശർമ്മയുടെ ആ ഫൈനലിൽ ലാസ്റ്റ് ഓവർ എറിയാണ്. പിന്നെ നമ്മളെ കേരളക്കാരൻ ശ്രീശാന്ത്. അപ്പം അങ്ങനെ ഒരുപാട് താരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു T20 ആയിരുന്നത്. അപ്പോൾ T20 എന്ന ക്രിക്കറ്റിന് ഒരുപാട് മാജിക്കുകൾ കാണിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് T20 വലിയ രീതിയിൽ സജീവമാവാൻ തുടങ്ങിയത്. 2008 ആണ് IPL ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ അന്ന് ബദ്ധവരിക്കളായ ശത്രുക്കളാണ് പാകിസ്ഥാനും ഇന്ത്യക്കാർ. കാരണം ഇന്ത്യ പാകിസ്ഥാൻ പ്ലേയേഴ്സ് ഒരു ടീമിൽ വന്ന് കളിക്കാന്ന് പറയുമ്പോൾ പല താരങ്ങളും രാജ്യാന്തര ജേഴ്സിയിൽ വരുമ്പം അവരെങ്ങനെ ഭയങ്കര കടുംപിടുത്തത്തോടെ ഒരിക്കലും ഒത്തുപോയില്ല എന്ന് വിചാരിച്ച താരങ്ങളൊക്കെയാണ് IPL വരുമ്പോൾ ഒരേ ടീമിൽ ഒരേ ജേഴ്സിയിൽ കളിച്ചു തുടങ്ങുന്നത്. കാലങ്ങൾക്ക് ശേഷം IPL ചരിത്രം വെച്ചല്ലോ. ലോകത്തിലെ മികച്ച ടൂർണമെൻറ്റുകളിൽ 2ാം സ്ഥാനമാണ് IPL. ഇന്ത്യൻ പ്രീമിയർ ലീഗിലുണ്ട്. ക്രിക്കറ്റിൽ ഒബ്വിയസ്ലി 1ാം സ്ഥാനമാണ്. ടോട്ടലി ഗ്ലോബലി നോക്കുമ്പോൾ IPL അത്രയും, അതെ, ടോട്ടലി എല്ലാ സകല സ്പോർട്സ് ലീഗുകളിലും എന്താ പറയുക ഏറ്റവും പ്രാധാന്യത്തിലുള്ളത് IPL ആണ്. അപ്പം ലോകത്തിലുള്ള ക്രിക്കറ്റിലെ എല്ലാ മികച്ച താരങ്ങളും IPL ഒന്നെങ്കിൽ കളിച്ചവരാണ് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. IPL കളിച്ചോ ആ പ്ലെയർ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളതാണ്. IPL അത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. IPL കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് ഇടം പിടിക്കും എന്നുള്ളൊരു ചൊല്ല് എപ്പോഴും എല്ലാ രാജ്യത്തിൻ്റെ ഇടയിലും ഉണ്ട്. IPL ആദ്യ താരലേലം വളരെ സജീവം. അത് 5ഓളം മെയിൻ സ്ഥലങ്ങൾ അവർ ഐക്കണിക് പ്ലേയേഴ്സായി കുറച്ച് പ്ലേയേഴ്സ് വെച്ചിരുന്നു. ഒന്ന് ഡൽഹി സേവാഗിനായിരുന്നു, കൊൽക്കത്ത ഗംഭീർ, പിന്നെ മുംബൈയാണ് വെച്ചത് നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ. അങ്ങനെ വേറെ 2-3 ടീമുകളും കൂടി വെച്ച് പിന്നീട് ചെന്നൈ. ഈ എല്ലാവരുടെ വിചാരം ചെന്നൈ അന്ന് ഐക്കണിക് പ്ലെയറിനെ വെച്ചിരുന്നു എന്നല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ചെന്നൈ വെച്ചില്ല. കാരണം ധോണി എന്ന് റാഞ്ചിക്കാരനാണ്. റാഞ്ചി എന്തായാലും ഒരു ഐക്കണിക് പ്ലെയറിനെ വെക്കൂല, ഒരു IPL ടീമിനെ ഏറ്റെടുക്കാനുള്ള വരുമില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ലേലത്തേക്ക് വന്നപ്പോൾ റെക്കോർഡ് നോക്കി വിറ്റുപോയത് ഇന്നും 43-ാം വയസ്സിലും ഇപ്പോഴും ചെന്നൈ വിട്ടുകൊടുക്കാതെ നിർത്തിയ ധോണിയാണ് എന്നിട്ട് ഫസ്റ്റ് ലേലത്തിലെ ഏറ്റവും റെക്കോർഡ് തൂക്കി വന്നത്. പിന്നീട് നിങ്ങളുടെ റെക്കോർഡുകൾ 26 കോടി 27 കോടി, ഒബ്വിയസ്ലി ഈ കഴിഞ്ഞതിലടക്കം 28 കോടിയൊക്കെ വന്നിട്ടുണ്ട്. ആ റെക്കോർഡുകളല്ല, അന്നത്തെ കാലത്തെ റെക്കോർഡുകളിൽ ധോണിയായിരുന്നു. കാരണം അന്ന് ധോണി 2007 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത സമയത്തുകൊണ്ട് ധോണി ഇപ്പോഴും മാസ്പരിക്ക് പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൽ. കാരണം വിക്കറ്റ് കീപ്പർ ആയിട്ട് പോലും ആ കറക്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഫസ്റ്റ് മാച്ചിൽ CSK ചെന്നൈ മാച്ചിൽ തന്നെ 0.12 1-2 സെക്കൻഡിനാണ്. ലൈറ്റിനേക്കാൾ അങ്ങനെ ഒരു കണ്ടിരുന്നു, ലൈറ്റിനേക്കാൾ വേഗത്തിൽ 43-ാം വയസ്സിലാണ്. അപ്പം അന്ന് മുതൽ തുടങ്ങിയ ടയോട്ടാണ് ഇപ്പോഴും തുടർന്നു. ഒരുപാട് പ്ലേയേഴ്സ്, അത് ധോണി എന്ന് മാത്രമല്ല, ചെന്നൈക്ക് ധോണിയാണെങ്കിൽ ബാംഗ്ലൂരിന് 18 കൊല്ലമായിട്ട് ഒരു കപ്പ് പോലും കിട്ടിയില്ലെങ്കിലും ഒരു കോഹ്ലി എന്നുള്ളത് വലിയ രീതിയിലൊരു സ്വാധീനം ചെലുത്തിയത്. മുംബൈക്ക് സച്ചിനായിരുന്നെങ്കിൽ പിന്നീട് രോഹിത് ശർമ്മയായി മാറി. രോഹിത് ശർമ്മയ്ക്ക് ശേഷം പിന്നീട് 5 കപ്പോളം കിട്ടുന്നത്. ഐക്കണായി മാറിയിട്ടുണ്ട്. കുട്ടി ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കുട്ടി ക്രിക്കറ്റിന് കുട്ടി ബാറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മംഗൂസ് ബാറ്റ് എന്ത് ചെയ്തതാണ് അവതരിപ്പിക്കുന്നത്. 2009 മാർക്കസ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷുകാരനാണ് മംഗൂസ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അതും ഇന്ത്യയിൽ വന്നിട്ട് മീററ്റ് വന്ന് 6 മാസത്തോളം നിന്നിട്ടാണ് എന്ത് ഈ ബാറ്റ് ഉണ്ടാക്കുന്നത്. അതായത് പിടി വലുത്, അടിക്കുന്ന ഭാഗം ചെറുതായി, എന്നാൽ വളരെ ഭാരം കൂടിയതായിരുന്നു ബാറ്റ്. അതായത് അടിക്കുന്ന ഭാഗത്ത് ഭയങ്കര ഭാരം കൂടിയതായിരുന്നു. കാരണം ഒരടി അടിച്ച് കഴിഞ്ഞാൽ 6 പോകും 10, അങ്ങനെ ബാറ്റ്. അങ്ങനെ ഇതിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ IPL-ഉമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. കാരണം 2010 ചെന്നൈത്തെ മാത്യു ഹെഡനെയാണ് ഇവർ പരസ്യം ചെയ്യാൻ വിളിക്കുന്നത്. അങ്ങനെ മാത്യു ഹെഡൻ ഇതിന് സമ്മതിച്ചു. സമ്മതിക്കില്ല, വാർത്താ സമിതി പറയുകയും ചെയ്തു, ഞാൻ നാളത്തെ കളിയിൽ മംഗൂസ് ബാറ്റ് വെച്ചാൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നീട് വന്നപ്പോഴാണ് ഈ ക്വാറന്റൈൻ കാലത്ത്
എല്ലാവരും തങ്ങളുടെ ഇഷ്ടപ്പെട്ട IPLൻ്റെ മൊമെൻറ്റുകൾ എഴുതാൻ പറഞ്ഞപ്പോൾ അതിൽ റെയിൻ എഴുതിയതാണ് 2010 മാത്യു ഹെയ്ഡ് ഡൽഹിക്കെതിരെ അടിച്ച 93 റണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട IPL മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഹിസ്റ്ററി പൊന്തി വന്നത്. അങ്ങനെ മാത്യു ഹെയ്ഡിൻ്റെ അടുത്ത് ധോണി പറഞ്ഞതാണ് ആ ബാറ്റ് വെച്ച് കളിക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ആ ബാറ്റ് വെച്ച് നിങ്ങൾ കളിക്കരുതെന്ന്. പ്ലേയേഴ്സിന് ഒരു ആകാംക്ഷ ഉണ്ട് അത് ഉപയോഗിച്ചാൽ എന്താകും എന്നുള്ള. പക്ഷെ അത് ചെന്നൈക്ക് എന്നൊരു ബിഗ് ഹിറ്ററാണ് മാത്യു ഹെയ്ഡ് അന്നത്തെ കാലത്ത്. ഈ ബാറ്റ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അന്ന് മറ്റേ മാത്യു ഹെയ്ഡിനെ ഔട്ടായി കഴിഞ്ഞാൽ ഒരു നിർണായക മത്സരമാണ്. അപ്പം അങ്ങനെ പക്ഷേ മാത്യു ഹെയ്ഡൻ അത് വെച്ച് കളിച്ചു. ഫസ്റ്റ് കളി തുടങ്ങുമ്പോൾ ഒന്നും മാത്യു ഹെയ്ഡൻ ബാറ്റ് ഉപയോഗിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ ബാറ്റ് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഡഗൗട്ടിൽ നിന്ന് ബാറ്റുമായിട്ട് വന്നു. ബാറ്റ് ചേഞ്ച് 93 റൺസ് അടിച്ചു എന്നുള്ള അതാണ് മംഗൂസ് ബാറ്റ്. പിന്നീടും ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എന്തായാലും എല്ലാ പ്ലേയേഴ്സിനും അത് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ഒരു പ്രശ്നം ആ മംഗൂസ് ബാറ്റിനുണ്ട്. പിന്നെ നമ്മളെ ഫസ്റ്റ് താരലേലത്തിൽ തന്നെ ഘട്ടങ്ങളായിട്ടായിരുന്നു. ഫസ്റ്റ് ഒരുപിടി താരങ്ങൾ ഐക്കോണിക് താരങ്ങൾ കോഹ്ലിയുടെ നിലവിളിയാണ് ഏറ്റവും രസകരമായിട്ട് എല്ലാവരും പറയാം. അണ്ടർ 19 വേൾഡ് കപ്പ് അടിച്ചേക്കുമ്പോൾ ജഡേജ, കോഹ്ലി, മനീഷ് പാണ്ഡ്യ ഇവരൊക്കെ അന്നത്തെ മെയിൻ പ്ലെയേഴ്സാണ്. അണ്ടർ 19 വേൾഡ് കപ്പ് അടിച്ചേക്കുമ്പോൾ ഒന്ന് താരലേലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ലേലമാണ് വെച്ചത്. അപ്പോൾ ലോട്ടിനനുസരിച്ച് ലേലം ഫസ്റ്റ് ലോട്ടിട്ട് ഇത് ഡൽഹിക്കാണ്. പിന്നീട് ഡൽഹി എല്ലാവരും വിചാരിക്കുന്നത് കോഹ്ലിനെ വിളിക്കുന്നത് വേറെ ആദ്യത്തെ കാറ്റഗറി കൂടിയാണ്. പക്ഷെ കോഹ്ലിനെ അല്ല എന്ന് വിളിച്ചത് വേറെ പ്ലെയറിനെയാണ്. കോഹ്ലിനെ വന്നിട്ട് പിന്നത്തെ ലോട്ടിട്ട് ബാംഗ്ലൂരാണ് വിളിച്ചത്. പക്ഷേ അന്ന് ഡൽഹി വിളിക്കാത്തതിൽ ഇന്ന് ഡൽഹിക്ക് വലിയ ഖേദം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം കപ്പ് കിട്ടുന്നതിനപ്പുറം ഫാൻ ബേസിന് ഉണ്ടാക്കിയെടുക്കാനും എന്താ RCB ഇങ്ങനത്തെ റെക്കോർഡുകൾ നോക്കാൻ കോഹ്ലി വലിയ പ്രത്യേകിച്ച് ബാറ്റ് കൊണ്ടുള്ള മാസ്മരികമായ പ്രകടനം 900 റൺസോളം അടിച്ച് റെക്കോർഡ് ഇട്ട ഒരു പ്ലെയറും കൂടിയാണ് കോഹ്ലി. പിന്നെ ഈ IPLൻ്റെ പ്രശ്നം വരുമ്പോൾ IPL 10ഉം 8ഉം 8 ടീമുകളായത് പിന്നീട് 10 ടീമായി. അതിൻ്റെ ഇടയിൽ 2016-17 പൂനെയും ഗുജറാത്തും വന്നിരുന്നു. പിന്നീട് ഗുജറാത്ത് തിരിച്ചു വന്നാണ് ഈ 10 ടീമാക്കിയപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ വന്നിട്ടുണ്ടെങ്കിലും കൊച്ചി വരെ കേരളത്തിൻ്റെ ടീം ഇപ്പം ഈ അടുത്ത് കണ്ടിരുന്നു വീണ്ടും IPLിലേക്ക് കൊച്ചി വരണം എന്ന് പറഞ്ഞിട്ട് ആരാധകരുടെ ഒരു ഇത്. കേരളത്തിൽ നിന്ന് പ്രഥമമായും ഒരു 4ഓളം ക്ലബ്ബുകൾക്കാണ് ആരാധകർ കൂടുതൽ. ഒന്ന് ചെന്നൈ, ഒന്ന് മുംബൈ, പിന്നൊന്ന് RCB, പിന്നൊന്നുള്ളത് രാജസ്ഥാനാണ്. അത് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി ഒരിക്കലും മോശമൊന്നുമല്ല. കാരണം ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു വളരെ പവർഫുള്ളായി കഴിഞ്ഞ 2 സീസണിലായിട്ട് രാജസ്ഥാൻ കണ്ട ഒരു ഫൈനൽ വരെ എത്തിച്ചു. മല കപ്പടിക്കുന്നു വിചാരിച്ചൊരു ഇതായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ടീമുണ്ടായിട്ടും IPL എന്ന് പറയുന്നത് 2-3 ടീമുകളുടെ മേൽ എന്താണ് ബിസിനസ് ചെയ്യപ്പെടുന്നതായി മാറി. കാരണം IPL എന്ന് പറഞ്ഞാൽ ചെന്നൈ അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ RCB ഈ 3 ടീമുകളുടെ മേലാണ് എപ്പോഴും ഉള്ളത്. അതിൽ RCBക്ക് കപ്പ് പോലും കിട്ടാതെ RCBക്ക് ചെന്നൈയും മുംബൈയാണ് ഒരു ഹയർ ലെവലിൽ എൽ ക്ലാസിക്കോ എന്നുള്ള അറിയപ്പെടുന്നത്. മുംബൈയും പക്ഷേ ഈ കളി എൽ ക്ലാസിക്കോ ശ്രദ്ധിച്ചാൽ എല്ലാ എൽ ക്ലാസിക്കോ ശ്രദ്ധിച്ചു വലിയൊരു ബിഗ് ഹിറ്റേഴ്സൊന്നും അതിലുണ്ടാവില്ല, വലിയ റിഞ്ഞിടലൊന്നും അതിലുണ്ടാവില്ല. സാധാ പോലെ കളിക്കുക, സിമ്പിൾ കുറച്ച് ടാക്ടിക്സുകൾ ഉപയോഗിച്ചുള്ള കളി കളിക്കുക, 2 ടീമും കളിക്കുക. പക്ഷേ അത് ആകാംക്ഷ കളിയിൽ ഉണ്ടാവും. അത് ആരാധകരുടെ ഒരു സിമ്പിളായി ജയിക്കേണ്ട കളി ചിലപ്പോൾ 5-6 വിക്കറ്റ് പോയിട്ട് അവിടെ അങ്ങോട്ട് പിന്നെ ഒരു ആകാംക്ഷ വരും. ചിലപ്പോൾ അവിടെ നിന്ന് അടിച്ച് ജയിപ്പിക്കും. അങ്ങനെയുള്ളൊക്കെ ഒരു കളികളാണ് വരാറ് സാധാരണ. പിന്നെ ഒന്ന് ഈ ബിസിനസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ വലിയ രീതിയിലുള്ളൊരു IPLൻ്റെ വളർച്ചയോട് കൂടി അതിൻ്റെ ഒരു ബിസിനസ്സും വളരെ വലിയ രൂപത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2008 IPL തുടങ്ങുമ്പോൾ മുംബൈനെ ടീം എടുക്കുന്നത് ഏകദേശം ഒരു $112 മില്യൺ തന്നെയാണ്. പിന്നീട് അതിൻ്റെ ശേഷം വന്ന ലക്നൗവിനെ ലേറ്റസ്റ്റ് ആയി വന്ന ടീമാണല്ലോ. ലക്നൗവിനെ അവരുടെ ടീമിൻ്റെ ആളുകൾ എടുക്കുന്നത് $900 മില്യൺ. അപ്പോൾ ആ ടീമിൻ്റെ വാല്യൂ എത്രത്തോളം ഉയർന്നിട്ടുണ്ടാവും. കാരണം മുംബൈയൊക്കെ 5 കിരീടം നേടി, അതിനപ്പുറം ഒരു ചാമ്പ്യൻസ് ലീഗ്. അതിൻ്റെ മാറ്റം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ടീമിൻ്റെ വിൽപ്പന നടക്കുമ്പം അതിന് ഏകദേശം വരുന്ന $6 ബില്യൺ. പക്ഷേ ആ ടീമിൻ്റെ തുടക്ക കാലഘട്ടത്തിലുള്ളതിനേക്കാളും ഒരു 6 ഇരട്ടിയോ 10 ഇരട്ടിയിട്ടേ അതിന് വില വരുന്നുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ഇനി മുംബൈനെ ടീമിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞു ഏകദേശം $112 മില്യണാണ് ടീമിനെടുത്തത്. പക്ഷെ ഇന്ന് അതിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം 40 ഇരട്ടി വില കൂടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് ബില്യണുകളെല്ലാം കടന്ന് സഞ്ചരിക്കും വില. പക്ഷെ എന്തായാലും മുംബൈയിലെ കൊടുക്കൂല എന്നുള്ളത് ഉറപ്പാണ്. ഇത് അംബാനി ഗ്രൂപ്പ് കാരണം അവരുടെ കയ്യിലിരിക്കുന്ന സ്വത്തുക്കളായി ഇങ്ങനെ വെച്ചുള്ള ഒരു ടീമാണ്. എസ്പെഷ്യലി അംബാനി ടീമിന് ഏറ്റവും കൂടുതൽ ഫാൻസ് ബേസ് വരുന്നത് മുംബൈ എന്നുള്ളൊരു ഫാൻസ് ബേസിലാണ്. ഫാൻസ് ബേസ് നോക്കുമ്പോൾ ഇത് ടീമാണെന്നുള്ളത് ഇന്നും ഒരു ആകാംക്ഷയുടെ ഇതിലാണ്. കാരണം സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഒരു ടീം ഉണ്ടാവും, ഇനി സ്റ്റേഡിയങ്ങളിലേക്ക് തന്നെ വേറെ ടീം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത്
ഈ ടീമുകൾക്കുപരി ചില പ്ലെയേഴ്സിനെ കൊണ്ട് ഉണ്ടാവുന്നതാണ് അതാണ് പ്രധാനം. ധോണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ധോണി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാ പ്ലേയേഴ്സും നോക്കുമ്പോൾ അവരടിക്കുന്ന റൺസ് അതിൽ അവർ ഇത്ര റൺ റേറ്റ് ആണുള്ളത്, അതിനനുസരിച്ച് അവർ ഫാൻ ബേസ്. പക്ഷേ ധോണി എന്നുള്ളത് അങ്ങനെയല്ല, അതൊരു ഇമോഷനാണ്. ധോണി എന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. അപ്പം നമ്മൾ അധിക കളികൾ നോക്കിയാൽ മതി, ധോണിന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ധോണി ഓവർ റൺസ് അടിക്കണമെന്നില്ല, ജസ്റ്റ് ആ ധോണിയുടെ പ്രസൻസ് കിട്ടിയാൽ മതി. ഉദാഹരണത്തിന് ധോണി കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഹോട്ട്സ്റ്റാറിനൊക്കെ ഒരു 6 മില്യൺ വ്യൂസ് വരെ കിട്ടാറുണ്ട്. അവസാന ഓവറുകളിലാണെന്നുണ്ടെങ്കിൽ അത് കൂടുകയുള്ളൂ. ഇതിൻ്റെ ഒരു രസകരമായ വിറ്റെന്താ വെച്ചാൽ ഈ ജഡേജ ഈ അടുത്ത് പിണങ്ങി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എങ്ങനെ ചോദിച്ചപ്പോൾ മീഡിയ ടീം റിപ്പോർട്ട് ചെയ്താണ് അത് ധോണി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിക്കറ്റ് പോകാനാണ്. അപ്പം ജഡേജ എടുത്തിട്ട് ധോണിക്ക് മുമ്പ് വിക്കറ്റ് പോകാനാണ്. അപ്പം ജഡേജയുടെ വിക്കറ്റ് പോകാൻ വേണ്ടി സ്റ്റേഡിയം മൊത്തം പ്രാർത്ഥിക്കുന്നത് ഇതിനെ ധോണിനെ കാണാൻ വേണ്ടി. നമ്മൾ ഈ സീസണിൽ കണ്ടതാണ്. ഫസ്റ്റ് കളി മുംബൈ ഇന്ത്യൻസിനെതിരെ ജഡേജ ഔട്ടായി. ഇനി അവസാനത്തെ 8 ബോളിൽ 4 റൺ എടുത്ത് ജയിക്കും CSK. അങ്ങനെ എനിക്ക് സംബന്ധിച്ച് ജഡേജ ഔട്ടായി. സ്റ്റേഡിയം വന്നിട്ട് ആർത്ത് വിളിക്കുന്നത് അടുത്ത ഇറങ്ങുന്നതാണ് ധോണിയാണ്. പ്ലെയറിന് അവിടെ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ട്. കാരണം താൻ ഔട്ടാവുമ്പോൾ തങ്ങളുടെ എന്താ ചെയ്യുക ഫാൻസ് ഒച്ച ഉണ്ടാക്കാം സ്റ്റേഡിയം ആലോചിച്ച് നോക്കി. അതാണ് ആ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞതാണ്. അപ്പം IPL ബേസിക്കലി രോഹിത് ശർമ്മയുണ്ട്, അതുപോലെ കിങ് കോഹ്ലി ഉണ്ട്, ധോണി ഉണ്ട്. ഒരു ഇമോഷണലി ബേസ്ഡ് ആയിട്ടുള്ള ഫാൻസ്. കപ്പില്ലാന്നുണ്ടെങ്കിലും കോഹ്ലിയെ ആരാധിക്കുന്ന അല്ലെ കോഹ്ലി ഫാൻസ് കൊല്ലമായിട്ടും കപ്പില്ലെങ്കിലും യാതൊരു വിധത്തിലുള്ള ചേഞ്ചുകളും എന്ത് ചെയ്തില്ല, ആ ഒരു ടീമിന് എന്തില്ല വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഫാൻ ബേസ് വളരെ ശക്തമാണ്. കോഹ്ലി വ്യക്തിഗതമായിട്ട് എന്നുള്ള വലിയ റെക്കോർഡ്സ് കോഹ്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ട്. കാരണം ഓറഞ്ച് ക്യാപ്പ് 900 റൺസ് റെക്കോർഡാണ്. ഇന്നും ആ റെക്കോർഡ് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട്. പിന്നെ പല അൺക്യാപ്ഡ് പ്ലെയേഴ്സും ഉയർന്നു വരില്ലേക്കും IPL-ലായിരിക്കും. എസ്പെഷ്യലി ഈ അടുത്ത് ചെന്നൈ മുംബൈ മത്സരത്തിൽ വിഘ്നേഷ് തരം മലയാളി താരം വളരെ രസകരമായി ബോൾ ചെയ്യും. ഒരു ഋതുരാജ് കേൾക്കുമ്പോൾ അത്രയും സെറ്റപ്പായി ബോൾ ചെയ്യുമ്പോൾ ബാറ്റ് ചെയ്യുമ്പോഴാണ് ആ വിഘ്നേഷിനെ ശരിയോ അങ്ങനെ ആലോചിച്ചു ആരാണ് വിഘ്നേഷ് പുത്തൂർ മലയാളിയാണെന്ന് അറിയണം തന്നെ വിക്കറ്റ് എടുത്തതിന് ശേഷമാണ്. ഫസ്റ്റ് കളിയിൽ തന്നെ അദ്ദേഹം കേരളക്കാരെല്ലാവരും ഇമ്പാക്റ്റ് പ്ലെയറായി. രോഹിത് ശർമ്മയ്ക്ക് വരുമ്പോൾ ഇരുന്നു ബോൾ ചെയ്യുന്നു. വളരെ ഗൂഗിളൊക്കെ സെറ്റായിട്ട് ഗൂഗിൾ ചെയ്യുന്നൊരു ബോളറായി വിഘ്നേഷ് എനിക്ക് തോന്നുന്നു അടുത്തൊരു സഞ്ജുവിനെ പോലെ ഇന്ത്യൻ ടീമിൽ കുറച്ചൊന്ന് തിളങ്ങാൻ കഴിവുള്ള ഒരാളാണ്. അത് ശ്രീശാന്തിന് ശേഷം പിന്നെ ഒരു ബോളർ എന്ന് പറയുന്നത് ആസിഫൊക്കെ ഉണ്ടെങ്കിലും ഇത് തിളങ്ങാൻ കേരളത്തിൽ നിന്ന് പറ്റില്ല. ഇപ്പം നല്ല അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് വിഘ്നേഷ് പുത്തൻ. ഇപ്പം നല്ലൊരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉറപ്പാണ്. ഈ ഫോം തുടരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സിന് പിച്ച് വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇതിപ്പോൾ ചെന്നൈ പിച്ചായിരുന്നു, ചെപ്പോൾ പിച്ച് അറിയാം, സ്പിൻ പിച്ചായിരുന്നു. അതുകൊണ്ടായേക്കാം എന്ത് ചെയ്യുന്നത് വിഘ്നേഷ് ഇങ്ങനത്തെ ഒരു ഇത്. അത് വാങ്കഡയിൽ അങ്ങനെ സ്പിൻ പിച്ച് കിട്ടണമെന്നില്ല. കാരണം വാങ്കഡയിൽ 2011 വേൾഡ് കപ്പിൽ ധോണി ഇറങ്ങണ എന്ത് കേട്ടോ മഹേല സ്പിന്നർ ചെയ്യുന്നുണ്ട്. എനിക്ക് കളിച്ചു ധോണിയാണ് വാങ്കഡയിൽ ഇറങ്ങുന്നത്. ആ വാങ്കഡയുടെ പിച്ച് അത് സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ആയേക്കാം വിഘ്നേഷാണ്. എന്തായാലും വിഘ്നേഷ് ഉയർന്നു വരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു താല്പര്യം. കാരണം കേരളത്തിന് ഇതായിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് ഇപ്രാവശ്യത്തെ ഓരോ ടീമിനെയും നോക്കിക്കഴിഞ്ഞാൽ ചില ടീമുകളുടെ ഒരു റീയൂണിയൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചില ടീമുകളുടെ ശക്തമായ എതിർ ടീം വൈരാഗ്യത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരികയും ചെയ്തുള്ള ഒരുപാട് കളിക്കാരുണ്ട്. അതിൽ ഒന്നായിരുന്നു ദീപക് ചഹർ, മുംബൈ ഇന്ത്യൻസിൻ്റെ. അത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ ചെന്നൈയുടെ ജേഴ്സിയിലാണ് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടത്. പിന്നീട് നീല ജേഴ്സിയിലേക്ക് മുംബൈയുടെ ജേഴ്സിയിൽ കാണുമ്പോൾ തന്നെ ആരാധകർ അതന്നെ ഈ ലേലം നടക്കുന്ന സമയത്ത് ദീപക് ചഹറിനെ ഉറപ്പിച്ചു മുംബൈ ഇന്ത്യൻസിനാണ്. അപ്പം ചെന്നൈ അത് എന്തുകൊണ്ട് മനഃപൂർവ്വമല്ല, പക്ഷെ അത് കൈവിട്ടു പോയി. അപ്പോൾ അവരുടെ ആ മുഖഭാവം കണ്ട അത് 12 കോടിയോളം ചെന്നൈയുടെ അക്കൗണ്ടിലുള്ളൂ. ചെന്നൈക്ക് ഇനിയും പ്ലേയേഴ്സിനെ വേണം. ആ ഒരു സമയത്ത് 10 കോടിയോളം ചെന്നൈ വിളിച്ചിട്ടുണ്ട്. പിന്നെ മുംബൈ കയറ്റി വിളിച്ചെന്നെ സ്വാഭാവിക ചെന്നൈക്ക് കിട്ടില്ല എന്ന് ചെന്നൈ ഉറപ്പ്. അത് ഫ്ലമിങ്ങൊക്കെ തല താഴ്ത്തിക്കൊണ്ടാണ് നോഡിയിൽ എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം ചില റൂൾസ് തന്നെ പുതിയ റൂൾസാണ്. ഈ വൈഡൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ. പക്ഷെ അത് പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിനോട് ഒരു നമ്മൾ കാണുമ്പോൾ നമുക്കൊരു എന്തൊരു അരോചക ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ IPL-കളുടെ ഓരോ സീസണുകളുടെ കടന്നുവരവോട് കൂടിയും പല വ്യത്യസ്ത രൂപങ്ങളിലുള്ള നിയമത്തിൽ ചില മാറ്റങ്ങൾ വരാറുണ്ട്. 2 ഗ്രൂപ്പുകളാക്കിയിട്ടാണ് ഇപ്പോൾ തിരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2 സീസൺ മുതൽ തുടങ്ങിയതാണ് അല്ലേ. അഥവാ ഒരു ഗ്രൂപ്പിൽ 5 ടീമുകളുണ്ടാവും, മറ്റേ ഗ്രൂപ്പിൽ 5 ടീമുകളുണ്ടാവും. ഈ സ്വന്തം ഗ്രൂപ്പിലുള്ള ടീമുകളോട് 2 തവണ ഒരു ടീം മത്സരിക്കും. പിന്നെ ഓപ്പോസിറ്റുള്ള ഒരു ടീമിനായിട്ട് 2 തവണ മത്സരിക്കും. ബാക്കി 4 ടീമിന് 1 തവണ മത്സരിക്കും. അങ്ങനെയാണ് പുതിയൊരു ഫിക്സറാണ്. അങ്ങനെ 14 കളി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഫിക്സറായിട്ട് വന്നത്. അപ്പോൾ ഓരോ സീസണുകൾ മാറുന്നതിനനുസരിച്ച് പല റൂൾസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല
വ്യത്യസ്ത കളിക്കാരുടെ കടന്നു വരവ് ഈ ഇമ്പാക്ട് പ്ലെയറുകൾ ശരിക്കും അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ വളരെ രീതിയിലുള്ള ഉപയോഗപ്പെടുത്താനും അവസരമാണ്. കാരണം പണ്ടൊക്കെ ഫസ്റ്റ് 11 ഇട്ട് കഴിഞ്ഞാൽ അതിൽ ബാറ്റർ ബോളർ എല്ലാവരും ഉണ്ടാവും എന്നുള്ളതാണ്, അതിനെ വെച്ച് കളിക്കാന്നുള്ളതാണ്. ഇപ്പം അങ്ങനെയല്ല, ഒരു ബോളറിനെ എക്സ്ട്രാ കൊണ്ടുവരില്ല. അവിടെ ഒരു ഈ വിഘ്നേഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്ലെയേഴ്സ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത് കയറി വരുന്നുണ്ട്. അത് വളരെ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് വളരെയധികം ഉപകാരപ്പെടും. ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിപ്പോൾ ഒരു എക്സ്ട്രാ ബാറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാ ബോളറെ ഉപയോഗപ്പെടുത്താനുള്ള അവസരമാണ്. അപ്പം ഇനിയും IPL ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്.